കുട്ടീസ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ വൺ ഓഫ് എ ഡിഫിക്കൽട്ട് ടോപ്പിക് ആണ് നമ്മുടെ പെഡിഗ്രി അനാലിസിസ് അല്ലെ. ചിലപ്പോഴൊക്കെ ചാർട്ട് കാണുമ്പോൾ ഇത് ഡോമിനന്റ് ആണോ, റിസസീവ് ആണോ, ഓട്ടോസോമൽ ആണോ, സെക്സ് ലിങ്ക്ഡ് ആണോ എന്ന് കുട്ടികൾ കൺഫ്യൂസ്ഡ് ആവും. ആൻഡ് യു നോ ഇൻ 2025 നീറ്റ് വി ഹാഡ് എ ക്വസ്റ്റ്യൻ ഫ്രം ഇറ്റ് ആൻഡ് ദാറ്റ് വാസ് എ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. അപ്പൊ എങ്ങനെ ഈസി ആയി കുറച്ച് കൺസെപ്റ്റ്സ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് പെഡിഗ്രി ചാർട്ടിനെ ഒന്ന് ക്രാക്ക് ചെയ്യാം? സോ ലെറ്റ്സ് ഡു ഇറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വേണം. ലൈക്ക് in a pedigree chart we have to find whether a disease is a dominant, a recessive disease, autosomal or a sex-linked disease. അപ്പോൾ നമ്മൾ ഇതിനെ രണ്ട് സ്റ്റെപ്പ് ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാണ്. ആദ്യം നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് whether a disease is a dominant disease or a recessive disease. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് ട്രിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. So see this chart which is given over here. അപ്പോൾ ഈ ചാർട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ദേ ഇവിടെ ഒരു ഡിസീസ് കണ്ടീഷൻ കാണാം, which is a female, here in a male that is diseased. അപ്പോൾ നിങ്ങൾക്ക് ഇത് റിസസീവ് ആണോ ഡോമിനന്റ് ആണോ എന്ന് അറിയില്ല. ജസ്റ്റ് ചെക്ക് ഇഫ് there is skipping of generation. എന്ന് പറഞ്ഞാൽ ദേ ഇവിടെ നോക്കിയേ, മദറിന് അസുഖമുണ്ട്, ഫാദറിന് അസുഖമില്ല, ബട്ട് യു സി എനി ചിൽഡ്രൻ ഹാവിംഗ് ഡിസീസ് ഇല്ല, കുട്ടികൾക്കൊന്നും അസുഖം കാണിക്കുന്നില്ല. ദാറ്റ് മീൻസ് the children has to be a carrier അല്ലേ, ചിൽഡ്രൻ കാരിയർ ആയിരിക്കണം. കാരിയേഴ്സ് ആർ ഓൺലി സീൻ ഇൻ റിസസീവ് ഡിസീസസ്, ഡോമിനന്റ് ഡിസീസസിൽ കാരിയേഴ്സ് ഇല്ല. സോ ദാറ്റ് മീൻസ് ദിസ് ഈസ് എ റിസസീവ് ചാർട്ട്. സോ സീ ഇറ്റ് ഓവർ ഹിയർ അഗെയിൻ. നമ്മൾ നോക്കിയേ, ഇവിടെ പാരന്റ്സിന് അസുഖം ഇല്ല, പക്ഷെ കുട്ടികൾക്ക് അസുഖമുണ്ട്. ദാറ്റ് മീൻസ് അഗെയിൻ ദിസ് ഇസ് എ റിസസീവ് ചാർട്ട്. അപ്പൊ ആദ്യം നമ്മൾ ഡോമിനന്റ് ചാർട്ട് ആണോ റിസസീവ് ചാർട്ട് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യും. ആൻഡ് ദെൻ we find whether the chart is actually a sex-linked or an autosomal disease. അപ്പോൾ സെക്സ്-ലിങ്ക്ഡും ഓട്ടോസോമലും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ്. യെസ് വി നോ സെക്സ്-ലിങ്ക് ഡിസോർഡേഴ്സിൽ എക്സ് ക്രോമസോം, എക്സ് ലിങ്ക് ഡിസോർഡേഴ്സ് ആണ് നമ്മൾ സംസാരിക്കുക. എക്സ് ക്രോമസോം ആണ് അഫക്റ്റഡ് ആവുന്നത്. thereby മെയിൽസ് ഒരിക്കലും ഒരു കാരിയർ ആവില്ല. യു ഡോണ്ട് ഫൈൻഡ് എനി മെയിൽ കാരിയർ, യു ഓൺലി ഫൈൻഡ് ഫീമെയിൽ കാരിയർ. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് ടു നോട്ടീസ് ദാറ്റ് നമുക്കറിയാം ഫീമെയിൽ കാരിയർ ആയാൽ മെയിൽ അഫക്റ്റഡ് ആവും ആൻഡ് മെയിൽ അഫക്റ്റഡ് ആയാൽ ഫീമെയിൽ കാരിയർ ആവും. സോ യു വിൽ മോസ്റ്റ്ലി സീ മെയിൽ അഫക്റ്റഡ്. മെയിൽ അഫക്റ്റഡ് ആവാനുള്ള ചാൻസ് ഒരു 8% ആണെങ്കിൽ ഫീമെയിൽ അഫക്റ്റഡ് ആവാനുള്ള ചാൻസ് 4% ആണ്. സോ യു ഹാവ് മോർ മെയിൽ അഫക്റ്റഡ്, ലെസ് ഫീമെയിൽ അഫക്റ്റഡ്. ആൻഡ് ഇഫ് യു സീ ഓട്ടോസോമൽ ഡിസീസ്, നമുക്കറിയാം മെയിൽ ആൻഡ് ഫീമെയിൽ ആർ ഈക്വലി അഫക്റ്റഡ്. മെയിൽ ആൻഡ് ഫീമെയിൽ ക്യാൻ ബി കാരിയേഴ്സ്. അപ്പൊ ദേ നമുക്കൊരു 4 ചാർട്ട് നമ്മുടെ ഫ്രണ്ടിലുണ്ട്. നമ്മൾ ഇതിനെ ഒന്ന് പെട്ടെന്ന് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പോവുകയാണ്. ലെറ്റ്സ് സീ ദ ചാർട്ട്. സോ ഹിയർ യു ക്യാൻ സീ parents are affected, child is affected. That means it is no skipping of generation. This should be a dominant disease. And here you see this is a condition where you having parents not affected, child affected. So this is a recessive condition. ഇനി ഈ ചാർട്ട് നോക്കിയേ, പാരന്റ്സ് അഫക്റ്റഡ്, ചിൽഡ്രൻസ് അഫക്റ്റഡ്, സോ ദിസ് ഇസ് ഡോമിനന്റ്. ആൻഡ് ഹിയർ പാരന്റ്സ് നോട്ട് അഫക്റ്റഡ്, ചിൽഡ്രൻസ് അഫക്റ്റഡ്, സോ ദിസ് ഇസ് റിസസീവ്. ഇനി ഇതിൽ ഏതൊക്കെയാണ് ഓട്ടോസോമൽ റിസസീവ്, ഏതൊക്കെയാണ് സെക്സ് ലിങ്ക് റിസസീവ്? സോ ദീസ് ടു ആർ ഡോമിനന്റ് ഡിസീസസ്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇഫ് യു സീ an autosomal dominant disease, male and female are equally affected. Whereas if you see a sex-linked disease, male affected ആണെങ്കിൽ you see all the females affected. All the females affected if it is a sex-linked dominant disorder. ഇനി നമ്മൾ നേരെ പോകുന്നു റിസസീവ് ഡിസോർഡർ. ഹിയർ യു ക്യാൻ സി ഫീമെയിൽ മാത്രമാണ് എഫക്റ്റഡ് കാണിച്ചിരിക്കുന്നത്. സോ യു ഡോണ്ട് നോ, ദെൻ യു ജസ്റ്റ് ഡു ദ ചാർട്ട്. എന്നാൽ നേരെ തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ യു സി here all the male are affected, no female is affected. So female has to be a carrier and all male affected. That means this is a sex-linked recessive disease. ഇനിതാ നിങ്ങൾക്കായി ഒരു ചാർട്ട് തന്നിരിക്കുകയാണ്. So see this chart and give your answer in your comment box. See you with such another tips. Bye. Thank you.